വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ക്ഷേമ പെൻഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ KSRTCയിലും ഓണത്തിന് ശമ്പളം നൽകുന്നതിനോടൊപ്പം അവർക്കും ബോണസ് കൂടി കൈകളിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, എല്ലാ മേഖലകളും മെച്ചപ്പെട്ടപ്പോഴും ഒരല്പം പുറകോട്ട് നിന്നത് KSRTC ആയിരുന്നു. പക്ഷേ ഇതാ KSRTCയിലും വലിയ മാറ്റത്തിന്റെ കാറ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതാ ബോണസും അവർക്ക് കൃത്യമായി കൈകളിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും മനോഹരമായ വാർത്ത കൂടി വരുന്നത്. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഞാനിപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന ഓണസമ്മാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെയാണ് KSRTCയിലും ഓണത്തിന് 1-ാം തീയതി തന്നെ പതിവ് പോലെ ശമ്പളം, അതോടൊപ്പം തന്നെ ബോണസും കൈകളിലേക്ക് എത്തും എന്ന ഏറ്റവും മനോഹരമായ മറ്റൊരു പ്രഖ്യാപനം കൂടി എത്തുന്നത്. മനു, തീർച്ചയായും KSRTC ജീവനക്കാരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ശമ്പളം കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി 1-ാം തീയതി തന്നെ അവർക്ക് ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രഖ്യാപനം കൂടി ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ നടത്തിയത്. ഇക്കുറി ഓണത്തിന് ജീവനക്കാർക്ക് ബോണസ് കൂടി നൽകും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. ഇവിടെ ഈ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ KSRTCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രാൻസ്പോ എന്ന പരിപാടിയിൽ വെച്ചാണ്, അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് മന്ത്രി ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ ശമ്പളം കൃത്യമായി ലഭിച്ചു തുടങ്ങിയതോടുകൂടി KSRTC ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ വലിയ മികവ് ദൃശ്യമാകുന്നുണ്ട്, തനിക്കത് നേരിട്ട് ബോധ്യമാകുന്നുണ്ട് എന്ന് മന്ത്രി ആ ചടങ്ങിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും, അതായത് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഓണത്തിന്റെ ബോണസ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഈ നിലയിൽ നിലവിലിപ്പോൾ KSRTC വലിയ പുരോഗതിയിലേക്ക് പോകുന്നു. ജീവനക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം KSRTCക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കും. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് ഓണത്തിന് ബോണസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന പ്രഖ്യാപനമാണ് മന്ത്രി പ്രധാനമായും നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് നിരവധി വലിയ സഹായങ്ങളാണ് ധനവകുപ്പിന്റെ ഭാഗമായി ഈ 2-ാം പിണറായി സർക്കാരും 1-ാം പിണറായി സർക്കാരും ഈ KSRTCക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ്. കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് KSRTCക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. KSRTCയുടെ കടങ്ങൾ എഴുതി തള്ളുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ ഒരു സഹായം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ഉയർച്ചയിലേക്ക് KSRTC പോകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന KSRTCയുടെ നഷ്ടം അത് 50% ഇപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അങ്ങനെ മികവിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ KSRTCയിൽ നമ്മൾ കേൾക്കുന്നത്. കമലേഷ്, ഏതായാലും 1-ാം തീയതി ശമ്പളം, അതോടൊപ്പം തന്നെ ഓണത്തിന് ബോണസും നൽകും എന്ന KSRTC ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.